നമ്മുടെ വീടിന് മുകളിൽ ആദ്യത്തെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ വന്നതിൻ്റെ ന്യൂസ് നമ്മളെല്ലാവരും കണ്ടു, ശരിയല്ലേ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് ഈ പറയുന്ന വീടിനെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാകും. ശരിക്കും എന്താണ് ഈ പറയുന്ന മദർഷിപ്പ് എന്ന് വെച്ചാൽ, എന്താണ് ഈ പറയുന്ന ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് വെച്ചാൽ, ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്? ലാൻഡ് ലോഡ് മോഡലാണ് ഈ ഒരു വീടിനും പോർട്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതെന്താണ് ഈ ലാൻഡ് ലോഡ് മോഡൽ എന്ന് വെച്ചാൽ? ഇനി ഈ ഒരു പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അദാനിയാണെന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴും അദാനിയുടെ കയ്യിലായിരിക്കുമോ ഈ പോർട്ട്? കേരളത്തിന് കിട്ടുമോ? അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത് 1 മില്യൺ TEU എന്നാണ്. അപ്പോൾ എന്താണ് ഈ TEU എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഇനി മിനിറ്റുകളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ പറ്റിയാണ്. എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അത് വ്യത്യസ്തമാകുന്നത്? പിന്നെ എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ ഒരു ഗുണങ്ങളായിട്ട് വരിക? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇന്ത്യയുടെ മാപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ വിഴിഞ്ഞം പോർട്ട് ഏതാണ് സൗത്തിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രീലങ്ക നോക്കി, നിങ്ങൾക്ക് ഈ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം കൊളംബോ എന്ന് കാണാം, ശരിയല്ലേ? കുറച്ച് ഇവിടെ ആയിട്ട് കൊളംബോ എന്ന് കാണാം. അപ്പോൾ ഈ കൊളംബോയിലും ഇതുപോലൊരു പോർട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടും ഈ പോർട്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. എന്താണ് ഈ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്? അപ്പോൾ നമ്മൾ അതിന് മുന്നേ അറിയേണ്ടത് ഒരു കാര്യം, നമുക്കൊരു സാധനം വേറൊരു സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് റോഡ് വഴി കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനിൽ കൊണ്ടുപോകാം, ശരിയല്ലേ? അതുപോലെ ട്രെയിനിൽ കൊണ്ടുപോകാം. അതുപോലെ വേറൊരു റൂട്ടാണ് ഈ പറയുന്ന സീ റൂട്ട്. നമ്മുടെ ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിൻ്റെ 95% എന്ന് പറയുന്നതും ഈ പറയുന്ന സീ റൂട്ട് വഴിയാണ് പോകുന്നത്. ഇന്ത്യയുടെ 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ ഈ സീ റൂട്ട് വഴിയുള്ള നമ്മൾ കൊണ്ടുപോകാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിന് ചിലവ് ഭയങ്കര കുറവാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വലിയ ഷിപ്പുകളിലാണ് ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഈ ട്രാൻസ്പോർട്ട് ചാർജ് പിന്നെയും കുറക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. എന്താണ് പ്രശ്നം? എന്താണ്? വലിയ ഷിപ്പിനൊന്നും ഈ പറയുന്ന ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അതായത് നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു പോർട്ടില്ല. അതായത് നമുക്ക് ആഴം കൂടിയ രീതിയിലുള്ള ഒരു പോർട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വലിയ ഷിപ്പിന് വരാൻ പറ്റൂ. കാരണം എന്താ? വലിയ ഷിപ്പാകുമ്പം കുറേ ഭാഗം ഈ ഒരു കടലിൻ്റെ അടിയിലായിരിക്കും. ഷിപ്പിൻ്റെ കുറേ ഭാഗം കടലിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ അടിത്തട്ടിൽ തട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ വരുന്ന ആ കടലിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് അത്യാവശ്യം ഡെപ്ത് വേണ്ടേ? അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്ത് കൂട്ടാം. എങ്ങനെ? അവിടെയുള്ള മണലും കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണെങ്കിൽ ഡെപ്ത് കൂട്ടാം. അതിന് ഡ്രഡ്ജിങ് എന്ന് പറയും. പക്ഷേ ഒരു പരിധിയിൽ അതിപ്പുറം നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ നാച്ചുറലായിട്ട് ഈ ഒരു വിഴിഞ്ഞം എന്ന് പറയുന്ന ഏരിയയ്ക്ക് 18 മീറ്ററോളം ആഴമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഡ്രഡ്ജിങ് മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഷിപ്പുകൾക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ എന്താണ് ചെയ്യുന്നത്? ഇത്തരം കാർഗോകൾ ശ്രീലങ്കയിലുള്ള നമ്മൾ നേരത്തെ കണ്ടില്ലേ കൊളംബോ, അപ്പോൾ ഈ കൊളംബോയിലോ അല്ലെങ്കിൽ സിംഗപ്പൂർ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കണ്ടോ? ഈ മലേഷ്യയുടെ ഇപ്പുറത്തായിട്ട് കണ്ടോ സിംഗപ്പൂർ? അപ്പോൾ ഈ സിംഗപ്പൂരോ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇറക്കിയിട്ട് നമ്മൾ ചെറിയ കപ്പലിൽ എന്ത് ചെയ്യും? ചെറിയ കപ്പലിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത് ഇച്ചിരി ചിലവ് കൂടുതലായിരിക്കും, ശരിയല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രസക്തി. ഓക്കെ, അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ശരിക്കുള്ള പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് വലിയ ഷിപ്മെൻറ്റിനെ അടുപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക തുറമുഖം. അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂറോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ യൂറോപ്പിൽ നിന്നൊരു സാധനം, ഇതാണിപ്പോൾ യൂറോപ്പ്, ഫോർ എക്സാമ്പിൾ ഇറ്റലിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇറ്റലിയിൽ നിന്നൊരു സാധനം ചൈനയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന വഴി ഏതാണ്? പോകുന്ന വഴി ഈ ഒരു ഏരിയയാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ഇത് ഓക്കെ, മെഡിറ്ററേനിയൻ സീ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുവഴി സൂയിസ് കനാൽ മനസ്സിലാവും. ഇത് ഈ ഒരു ഏരിയയാണ് സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സൂയിസ് കനാൽ. ഇത് ഇവിടെ പോർട്ട് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു കനാലില്ലേ, ഈ ഒരു കുഞ്ഞു കനാലില്ലേ, അപ്പോൾ ഈ കനാലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കനാൽ ഇങ്ങനെ താഴോട്ട് പോയി എങ്ങോട്ട് വരും? അത് ചെങ്കടലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൾഫ് ഓഫ് സൂയിസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെങ്കടലാണ് ഇപ്പോൾ കാണുന്നത്, റെഡ് സീ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? അത് ഗൾഫ് ഓഫ് ഏഡൻ, അതായത് യമൻ്റെ ആ ഒരു ഏരിയ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അറബിക്കടലിലേക്ക് വരുന്നു. അപ്പോൾ അറബിക്കടൽ വഴി പോകുന്ന ആ ഒരു ചരക്ക് നീക്കം ഏത് വഴിയാണ് പാസ് ചെയ്യുന്നത്? ഏത് വഴിയാണ്? ഈ പറയുന്ന ശ്രീലങ്കയ്ക്കും ഇന്ത്യയിലും ഇടയിലുള്ള ആ ഒരു സ്പേസ് വഴിയാണ് മിക്കവാറും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ചൈനയിലേക്ക് പോകണമെങ്കിൽ അതിന് എങ്ങോട്ട് പോകണം?
ഈ പറയുന്ന സിംഗപ്പൂരിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇടനാഴി വഴി, ഇതിന് മലാക്ക സ്ട്രെയിറ്റ് എന്നാണ് പറയുക. ഇത് കണ്ടോ, മലാക്ക സ്ട്രെയിറ്റ് എന്നുണ്ടോ, ഇവിടെ കണ്ടോ. അപ്പോൾ ഈ മലാക്ക സ്ട്രെയിറ്റ് വഴിയാണ് ചൈനയിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നതിനിടയിൽ ചിലപ്പോൾ സാധനങ്ങൾ ഇറക്കാനും പിന്നെ ഫ്യൂൽ നിറയ്ക്കാനൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ ഇറക്കി ചെറിയ ഷിപ്പിലേക്ക് മാറ്റാനും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും പോർട്ടിനെ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറയുക. അതായത് ഈ ട്രാൻസ്പോർട്ടിനിടയിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പോർട്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന വീണ്ടും പോർട്ട്. അപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കൊളംബോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊളംബോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പോർട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊളംബോ പോർട്ടാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കൊളംബോ പോർട്ടിന് പകരം നമ്മുടെ ഈ ഒരു വിഴിഞ്ഞത്തിലെ പോർട്ടിന് എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്, കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ഇറക്കാനും കയറ്റാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ പാത്ത് വേ, അതായത് സീ ലൈൻ എന്ന് പറയും. അതായത് ഈ സമുദ്രം വഴിയുള്ള കണ്ടെയ്നർ കൊണ്ടുവന്ന ആ വഴിയില്ലേ, ആ വഴിയിൽ നിന്ന് ഭയങ്കര അടുത്താണ് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട്. അതായത് ഈ ഒരു സീ റൂട്ടിന് 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിലേക്കുള്ളൂ. ഗ്ലോബൽ ട്രേഡിൻ്റെ 30% പാസ് ചെയ്യുന്നത് ഈ പറയുന്ന സൂയിസ് കനാൽ മുതൽ മലാക്ക സ്ട്രെയിറ്റ് വരെയുള്ള ആ ഒരു ഏരിയ വഴിയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് കപ്പലുകളെങ്കിലും വിഴിഞ്ഞം പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർട്ട് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് വിഴിഞ്ഞം പോർട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ആയിട്ട് പറയുന്നത് 1 മില്യൺ TEU ആണ്. അതായത് ഇത് പൂർത്തീകരിക്കുമ്പോൾ അത്രയും കണ്ടെയ്നേഴ്സിനെ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിന് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ പറയുന്ന TEU? അതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. 20 ഫൂട്ട് ഇക്വാലൻ്റ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഈ പറയുന്ന TEU എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമ്മളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു നീളവും വീതിയും വേറെയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 20 അടി നീളവും 8 അടി വീതിയും 8 അടി ഉയരമുള്ള കണ്ടെയ്നേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് TEU. ഓക്കെ, 20 ഫൂട്ട് ഇക്വാലൻ്റ് യൂണിറ്റ്. അതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, ബേസിക്കലി പ്രത്യേകിച്ചൊന്നുമില്ല, ഫൂട്ടിലാണ് പറയുന്നത്. 20 അടിയാണ് ഈ ഒരു നീളം എന്ന് പറയുന്നത്, 8 അടിയാണ് ഇതിൻ്റെ വീതിയായിട്ട് വരുന്നത്, 8 അടി ഇതിൻ്റെ ഉയരമായിട്ടും പറയുന്നത്. ഈ ഒരു അളവിലുള്ള അതിന് നമ്മൾ എന്ത് പറയുന്നു, ഒരു TEU എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 3000 കണ്ടെയ്നേഴ്സ് ഒരു കപ്പലിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ കപ്പലിൻ്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത് 3000 TEU ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ 2000 ഉണ്ടെങ്കിലോ, 2000 ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും കപ്പലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 TEU ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള 1 മില്യൺ 10 ലക്ഷം, ഓക്കെ, അത്രയും കണ്ടെയ്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ആർക്ക് പറ്റുന്നതാണ് പറയുന്നത്. അതാണ് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഈ പറയുന്ന കപ്പാസിറ്റി 1 മില്യൺ TEU എന്ന് വെച്ചാൽ? അതെല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഷിപ്പിൽ തന്നെ 10,000 കണക്കിന് കണ്ടെയ്നേഴ്സ് നിറയ്ക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള വലിയ ഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് മദർ ഷിപ്പ്. ഓക്കെ, മദർ വെസൽ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് വിഴിഞ്ഞത്ത് വന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ മദർ ഷിപ്പ്. ഓക്കെ, അപ്പോൾ മദർ ഷിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഈ മദർഷിപ്പ് എന്ന് വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ ഒരു മദർഷിപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് സാധനങ്ങൾ ഈ ക്രെയിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞു കപ്പലുകൾ വന്നിട്ട് ഈ ഒരു ഇവിടെ മാറ്റി വെച്ച സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള വെസൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫീഡർ വെസൽസ്. ഫീഡർ വെസൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മദർഷിപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങളില്ലേ, അപ്പോൾ അതിനെല്ലാം കളക്ട് ചെയ്തിട്ട് പോകുന്ന കുഞ്ഞു വെസൽസിനെയാണ് ഫീഡർ വെസൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇറക്കി വെച്ച കാർഗോനെ നമുക്കൊരു വണ്ടിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാർഗോ കൊണ്ടുവന്ന ട്രക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് റോഡ് മാർഗം അത് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു വിഴിഞ്ഞം പോർട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്. അതായത് മനുഷ്യൻ്റെ സ്പർശം ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതും ഈ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ട്രക്ക് നിങ്ങൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതുപോലെ കപ്പലിലൊക്കെ വന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഷിപ്പ് വഴി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇറക്കി വെക്കുന്നു, പിന്നെ അത് റോഡ് വഴി അല്ലെ ട്രെയിൻ വഴിയോ അങ്ങനെയൊക്കെ ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ വീണ്ടും കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഈ ഒരു പോർട്ട് മാത്രം പോരാ. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള റോഡുകളും പിന്നെ അതുപോലുള്ള റെയിൽവേ പാതകളും ഒക്കെ വേണം, ശരിയല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5000-ഓളം ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് വീണ്ടും തുറമുഖം വഴി ജോലി കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കാരണം ഷിപ്പ് കുറേ വരികയാണെങ്കിൽ അതിനനുബന്ധിച്ച് റിലേറ്റഡ് ബിസിനസ് ആയിട്ടുള്ള ഷിപ്പ് സപ്ലൈസ്, ഷിപ്പ് റിപ്പയറിങ്, പിന്നെ വെയർ ഹൗസ്, അതായത് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കാനുള്ള സ്ഥലം, അങ്ങനെയുള്ള ബിസിനസ്സിന് കൂടി വളർച്ച ഉണ്ടാകും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു മുഖച്ഛായ തന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യനെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഈ പറയുന്ന വീണ്ടും പദ്ധതി. നിലവിൽ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന 75% കാർഗോ ഡീൽ ചെയ്യുന്നത് ഈ പറയുന്ന കൊളംബോ പോർട്ടും പിന്നെ ഈ സിംഗപ്പൂർ പോർട്ടൊക്കെയാണ്. അപ്പോൾ അതുവഴി നമുക്ക് കുറേ പൈസ നഷ്ടമാണ്. അപ്പോൾ ആ ഒരു നഷ്ടമൊക്കെ നികത്താൻ നമുക്ക് ഈ ഒരു വീണ്ടും പോർട്ട് ഉപകരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്?
ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാർ ഒപ്പിടുന്നത്. പിന്നെ വന്ന പിണറായി സർക്കാരും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് PPP മോഡലാണ്, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ്. അങ്ങനെ വെച്ചാൽ എന്താണ്, ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആകെ പൈസയിൽ 61.5% മുടക്കുന്നത് കേരള ഗവൺമെൻറ്റും 9.6% മുടക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും 28.9% മുടക്കുന്നത് അദാനി ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്ന പേര് ലാൻഡ് ലോഡ് മോഡൽ എന്നാണ്. അതായത് റെഗുലേറ്ററി ബോഡി ആയിട്ട് പോർട്ട് അതോറിറ്റി ഉണ്ടെങ്കിലും ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നത് അദാനി ആയിരിക്കും. 40 വർഷത്തേക്കാണ് കരാറ്, അത് 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. DBFOT ബേസിലാണ് ഈ ഒരു പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഡിസൈൻ ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും ഫൈനാൻസ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു അദാനിയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, 40 വർഷത്തിന് ശേഷം ഇത് ട്രാൻസ്ഫർ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഈ വിഴിഞ്ഞം പോർട്ടെന്നും എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്നും ഈ പറഞ്ഞ മദർഷിപ്പ്, TU, ലാൻഡ് ലോഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും കൊണ്ട് അവർക്കൂടി ഈ ഒരു വിവരം ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്കുള്ള ലൈവ് ക്ലാസ്സിനും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.